वाणीगुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवासजगत्प्रणामे दृष्टिः सतां दर्शनेस्तु ഭവത്തനൂനാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായമാണെന്ന് കാണേണ്ടത്. എന്താണ് ഈ അധ്യായത്തിൽ പറയുന്നത്? മൈത്രേയ മഹർഷി വിതുരർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. വിതുരരുടെ സംശയങ്ങൾ തീർത്ത് കൊടുക്കുകയാണ്. നിർഗുണനായ ഭഗവാന്റെ ഗുണക്രിയാദി സംഘം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് മൈത്രേയ മഹർഷി സമാധാനം പറഞ്ഞ് കേട്ടു. ആ സമയത്ത് വിതുരർക്ക് പല സംശയങ്ങളും ഉണ്ടാവുന്നു. ആ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. വിതുരൻ്റെ സംശയങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട്. അഥ സപ്തമോധ്യായ ശ്രീശുക ഉവാച. ശ്രീശുകർ പറഞ്ഞു. എന്താ പറയണത്? ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനസുതോ ബുധഃ പ്രീണയന്നിവ ഭാരത്യ വിദുരഃ പ്രത്യഭാഷത. മൈത്രേയ മഹർഷി ഇപ്രകാരം പറഞ്ഞ സമയത്ത് വിദുരർ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഏവം ബ്രുവാണം മൈത്രേയം. ആ മൈത്രേയ മഹർഷി ഏവം ബ്രുവാണം ഇപ്രകാരം പറയുന്ന ആ മൈത്രേയ മഹർഷി വിദുരരുടെ വിശേഷണം പറയാണ്. ദ്വൈപായനസുതഃ ബുധഃ വിദുരഃ. വേദവ്യാസൻ്റെ പുത്രനായ ബുധഃ ബുദ്ധിമാനായ വിദ്വാനായ ആ വിദുരൻ ഏവം ബ്രുവാണം ഇപ്രകാരം പറയുന്ന മൈത്രേയ മുനിയെ ഭാരത്യ പ്രീണയൻ ഇവ പ്രത്യഭാഷത. ഭാരതി പറഞ്ഞ വാക്കാണ്. വാക്കുകൊണ്ട് സന്തോഷിപ്പിച്ച് പ്രത്യഭാഷത പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? വിദുര ഉവാച. വിദുരൻ പറയാണ്. ബ്രഹ്മൻ കഥം ഭഗവതഃ ചിന്മാത്രസ്യ അവികാരിണഃ. ഒരുമിച്ചാകുമ്പം ചിന്മാത്രസ്യ അവികാരിണഃ ലീലയാ ചാപി യുജ്യേരൻ നിർഗുണസ്യ ഗുണാഃ ക്രിയാഃ. ബ്രഹ്മൻ കഥം ഭഗവതഃ ചിന്മാത്രസ്യ അവികാരിണഃ. ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മജ്ഞനായ മഹർഷേ, ഭഗവാൻ ജ്ഞാനമാത്ര സ്വരൂപനാണ്, നിർവികാരനാണ്. ചിന്മാത്രസ്യ അവികാരിണ. ചിന്മാത്രനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചിതാത്മകനാണ്. അങ്ങനെയുള്ള ഭഗവാന് അതുപോലെ അവികാരിണ എന്ന് പറഞ്ഞാൽ നിർവികാരനാണ്, മാറ്റങ്ങളില്ലാത്തവനാണ്, വികാരങ്ങളില്ലാത്തവനാണ്. പിന്നെയോ ഗുണങ്ങളില്ലാത്തവനാണ്. അതാണ് സത്വ രജ തമോ ഗുണങ്ങളില്ലാത്തവനാണ്. നിർഗുണസ്യ. അങ്ങനെയുള്ള ആ ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന് ലീലയ്ക്ക് വേണ്ടിയാണെങ്കിലും, ലീലയ്ക്ക് വേണ്ടിയാണ് ലീലയാചാപി, ലീലയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും കർമ്മങ്ങൾ എങ്ങനെ യോജിക്കും? കർമ്മങ്ങളില്ലാത്ത ഭഗവാന് കർമ്മം എങ്ങനെ യോജിക്കും? ഗുണങ്ങളില്ലാത്ത ഭഗവാന് ഗുണങ്ങൾ എങ്ങനെ യോജിക്കും? ഉത്തരം ലീലയായൊരു കളിയായിട്ടെന്ന് പറഞ്ഞു. എങ്കിൽ പോലും അതെങ്ങനെയാണ് ചേരുക? എന്നിട്ട് ചോദിക്കുകയാണ്. ക്രീഡായാം ഉദ്യമോർഭസ്യ കാമശ്ചിക്രീഡിഷാന്യതഃ സ്വതസ്തൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാന്യതഃ. ക്രീഡായാം ഉദ്യമോർഭസ്യ കാമശ്ചിക്രീഡിഷാന്യതഃ. അർഭസ്യ അർഭൻ എന്ന് പറഞ്ഞാൽ അർഭകൻ എന്നുള്ള അർത്ഥമാണ്. കുട്ടി. ഒരു കുട്ടിയുടെ കളി പോലെയാണ് ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്നു. പക്ഷേ അവിടെയും ചെറിയ പ്രശ്നമുണ്ട്. അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നുകയാണ്. കുട്ടിക്ക് കളിക്കണമെങ്കിൽ ആഗ്രഹം വേണ്ടേ? കുട്ടിക്ക് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് കുട്ടി കളിക്കുന്നത്. എന്നാൽ ഇവിടെ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിത്യതൃപ്തനായ ആ ഭഗവാന് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാവുന്നത്? എപ്പോഴും തൃപ്തനായിട്ടിരിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും നിവർത്തിച്ചവനാണ് ഭഗവാൻ. അപ്രകാരമുള്ള ആ ഭഗവാൻ എങ്ങനെ ആഗ്രഹമുണ്ടാവും എന്നാണ്. ക്രീഡായാമുദ്യമോർഭസ്യ കാമശ്ചിക്രീഡിഷാന്യതഃ സ്വതസ്തൃപ്തസ്യ. സ്വതവേ തന്നെ തൃപ്തനായ ആ ഭഗവാന് കഥം എങ്ങനെയാണ് നിവൃത്തസ്യ സദാന്യതഃ എന്നാണ്. നിത്യതൃപ്തനായ ഭഗവാന് എങ്ങനെയാണ് സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത്? അസ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസ്ഥാപയത്യേതത്
ഭൂയഃ പ്രത്യഭിധാസ്യതി. അസ്രാക്ഷീത് ഭഗവാൻ വിശ്വം. അസ്രാക്ഷീത്, അസ്രാക്ഷീത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ ചോദ്യം, ഭഗവാൻ എന്തിന് ഈ ലോകത്തെ സൃഷ്ടിച്ചു? അപ്പം ഒരു കളിയായിട്ടെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, ഒരു കളിയായിട്ടെന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ആഗ്രഹം ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത് ആഗ്രഹം കൊണ്ട് തന്നെയല്ലേ? അപ്പം ഭഗവാൻ നിത്യതൃപ്തനാണെങ്കിൽ ഭഗവാൻ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് മറുപടി, സൃഷ്ടി എന്ന് നടന്നിട്ടില്ല, സൃഷ്ടി എന്നൊന്നുമില്ല എന്നാണ്. അവിദ്യാഗ്രസ്തമായ ജീവരാശിയുടെ ഭോഗാർത്ഥമാണ് ജഗൽ സൃഷ്ടി പ്രസ്താവിച്ചത് ആണ്. അജ്ഞാനികളെ സംബന്ധിച്ച് സൃഷ്ടിയുള്ളൂ, ജ്ഞാനിക്ക് എന്തില്ല, ഈ പ്രപഞ്ചമില്ല. അപ്പം അതുകൊണ്ട് അതാണ് പറയാൻ പുറപ്പെടുന്നത്. സർവേശ്വരൻ ആ ഭഗവാൻ മായയെ സ്വീകരിച്ച്, ആത്മമായയാ വിശ്വം അസ്രാക്ഷീത്, ആത്മമായ കൊണ്ട്, ആത്മാവിനെ ജീവനെ മോഹിപ്പിക്കുന്ന മായ കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു. തയാ ഏതത് സംസ്ഥാപയതി ആണ്. അത് ആ മായ കൊണ്ട് തന്നെയാണ് ഇതിനെ നിലനിർത്തുന്നത്. ഭൂയഃ പ്രത്യഭിധാസ്യതി, വീണ്ടും തിരോഭവിപ്പിക്കുന്നതും സംഹരിക്കുന്നതും ഈ മായ കൊണ്ട് തന്നെ. ഭഗവാൻ വാസ്തവത്തിലൊന്നും ചെയ്യുന്നില്ല, സ്വപ്നം പോലെ എന്ന് കൂട്ടിയാൽ മതി. സ്വപ്നം കാണുന്നു, കുറച്ച് ഞാൻ ഇല്ലാണ്ടിയാവുന്നു. ആ കണ്ടതൊക്കെ വാസ്തവമാണോ? അല്ല, ഉണർന്നാൽ ഇല്ലാണ്ടിയായി. ഇതുപോലെ ഭഗവാൻ തൻ്റെ മായ കൊണ്ട്, തൻ്റെ ശക്തിയാണ്, നമ്മളുടെ ഉള്ളിലുള്ള ശക്തി കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഭഗവാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ മായയെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, പിന്നെ ഇല്ലാണ്ടിയാക്കുന്നു. സർവേശ്വരനായ ഭഗവാൻ 3 ഗുണങ്ങളോടുകൂടിയ തൻ്റെ മായ കൊണ്ടാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്, രക്ഷിക്കുന്നത്, സംഹരിക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അതാണ് ഇവിടെ വിതുരൻ ചോദിക്കുന്നത്. പരമാത്മാവായ ആ ഭഗവാൻ ദേശതഃ കാലത്തോ യോസൗ അവസ്ഥാതഃ സ്വതോന്യതഃ അവിലുപ്താവബോധാത്മാ സയുജ്യേതാജയാ കഥം. ദേശതഃ കാലതഃ അവസ്ഥാതഃ, ദേശം കൊണ്ടും കാലം കൊണ്ടും അവസ്ഥിതി കൊണ്ടും സ്വതഃ അന്യതഃ സ്വാഭാവികതയെ കൊണ്ടും അന്യതഃ അന്യബന്ധം കൊണ്ടും അവിലുപ്താവബോധ വിലോപം വരാത്ത അവബോധത്തോടു കൂടിയിരിക്കുന്ന യഹ അസൗ ആ ഭഗവാൻ ആ ആത്മാവ് അജയാ കഥം സംയുജ്യത, മായ കൊണ്ടാണ് ഈ ബ്രഹ്മത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഭഗവാൻ മായയോട് ചേരുന്നത്? പരമാത്മാവായ ഭഗവാൻ ദേശം കാലം അവസ്ഥിതി ഇവ കൊണ്ടും മറ്റു വസ്തുക്കളോടുള്ള ചേർച്ച കൊണ്ടും ജ്ഞാനത്തിന് മുറിവില്ലാത്തവനല്ലേ? അതാണ് ചോദ്യം. ഭഗവാനെ പറ്റി പറയാം, ദേശകാലാവധിഭ്യാം നിർമുക്തം എന്നാണ്. ദേശത്തിലും കാലത്തിലൊന്നും ഒതുങ്ങണവനല്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ, ആ പരമാത്മാവ് മായയോട് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? ഇതാണ് ചോദ്യം. ഭഗവാനേക ഏവൈഷ സർവക്ഷേത്രേഷു അവസ്ഥിതഃ അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിഃ കുതഃ. ഭഗവാൻ ഏക ഏവ ഏഷ എന്നാണ്. ഭഗവാൻ ഏക ഏവ ഏഷഃ ഈ ജീവൻ സർവക്ഷേത്രേഷു അവസ്ഥിതഃ ഏകഃ ഭഗവാൻ ഏവ. ഈ ജീവൻ എല്ലാ ശരീരങ്ങളിലും അവസ്ഥാഭേദേന നിലകൊള്ളുന്നു എങ്കിലും ഏകഃ ഏകനാണ്. പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ഒരേ ഒരു സൂര്യൻ താഴത്ത് അനവധി പാത്രങ്ങൾ വെച്ചാൽ ആ പാത്രങ്ങളിലൊക്കെ പ്രതിബിംബിക്കുന്നത് പോലെ, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ മുകളിലുള്ള സൂര്യൻ താഴെയുള്ള പാത്രങ്ങളിൽ പ്രതിബിംബിക്കും. ഇതുപോലെ ഏകനായ സർവേശ്വരൻ തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും അവസ്ഥാഭേദേന നിലകൊള്ളുന്നത് ജീവനായിട്ട്. അമുഷ്യ ദുർഭഗത്വം വാ കർമ്മഭിഃ ക്ലേശഃ വാ കുതഃ. അമുഷ്യ ഇവന് ദുർഭഗത്വം വാ സ്വസ്വരൂപഭ്രംശം എങ്ങനെ വരുന്നു? കർമ്മഭിഃ ക്ലേശഃ വാ കുതഃ, കർമ്മങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു. ഇതെങ്ങനെ ഈ ജീവന് സംഭവിക്കുന്നു? ജീവൻ ഈശ്വരാംശം ആണ് എങ്കിൽ അങ്ങനെയാണ് പറയുക, ചിന്മാത്രനാണ്. അപ്പോൾ ദേശകാലാവസ്ഥാദികളിൽ അല്ലെങ്കിൽ ദേശകാലാവസ്ഥാദികളാൽ ഈ അവബോധത്തിന് അല്ലെങ്കിൽ ഈ ചിത്തിന് ലോപം വരില്ല. ഈ നിലയിൽ ജീവന് അവിദ്യാബന്ധം, മായാബന്ധം എങ്ങനെയാണ് വരുന്നത്? എല്ലാ വ്യഷ്ടി ശരീരങ്ങളിലും പ്രത്യേകാത്മാവായി ആ പരബ്രഹ്മം തന്നെയാണ് ജീവരൂപത്തിൽ
പ്രകാശിക്കുന്നത്, ഏകനായ ഈശ്വരൻ. ഈ നിലയിൽ ജീവന് എങ്ങനെയാണ് സ്വസ്വരൂപഭ്രംശം സംഭവിക്കുന്നത്? കർമ്മഹേതുവായ ആ സംസാര ദുഃഖം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇവിടെ യുക്തിവിരോധം തോന്നുന്നുണ്ടല്ലോ, അതാണ് ചോദ്യം. ഈ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണേ എന്ന് വിതുരൻ പ്രാർത്ഥിക്കുകയാണ്. ഏതസ്മിന്മേ മനോവിദ്വൻ ഖിദ്യതേ അജ്ഞാനസങ്കടേ തന്ന പരാണുത വിഭോ കശ്മലം മാനസം മഹത്. ഏതസ്മിന്മേ മനോവിദ്വൻ ഖിദ്യതേ അജ്ഞാനസങ്കടേ തന്നഹ പരാണുത വിഭോ കശ്മലം മാനസം മഹത്. വിദ്വൻ അല്ലയോ ജ്ഞാനി, മേ മനഃ ഏതസ്മിൻ അജ്ഞാനസങ്കടേ ഖിദ്യതേ, എൻ്റെ മനസ്സ് ഈ വിധത്തിലുള്ള അജ്ഞാന സങ്കടം കൊണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്. വിഭോ അല്ലയോ മഹാത്മാവേ, നഹ ഞങ്ങളുടെ മാനസം തത് മഹത് കശ്മലം പരാണുത, മാനസികമായ ആ വലിയ വിഷമത്തെ, ആ പ്രയാസത്തെ പരാണുത നീക്കിത്തരിക, നീക്കിത്തരണേ. ഏകനായ പരമാത്മാവല്ലേ ഓരോ ശരീരത്തിലും പ്രത്യേകം ജീവനായി സ്ഥിതി ചെയ്യുന്നത്? ആ ജീവൻ എങ്ങനെയാണ് സ്വരൂപഭ്രംശം സംഭവിക്കുക? കർമ്മങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഈ ജീവൻ ബന്ധിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ആ ജീവന് സംസാര ദുഃഖം ഉണ്ടാവുന്നത്? അപ്പോൾ ഇതൊക്കെ എനിക്ക് സംശയമൊക്കെ അജ്ഞാനം കൊണ്ടാണ് നിശ്ചയുണ്ട്. എൻ്റെ അജ്ഞാനം കൊണ്ടുണ്ടായ ഈ സംശയങ്ങളൊക്കെ അങ്ങ് നീക്കി തരണം. അതുകൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഈ ദുഃഖം കൊണ്ട്, ഈ അജ്ഞാനം കൊണ്ട്. അല്ലയോ മഹാത്മാവേ, എൻ്റെ മനസ്സിൻ്റെ ഈ വിഷമം തീർത്ത് അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. ഇനി 8ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീശുക ഉവാച സ ഇത്തം ചോദിത ക്ഷത്ര തത്വജിജ്ഞാസുനാ മുനി പ്രത്യാഹ ഭഗവച്ചിത്ത സ്മയന്നിവ ഗതസ്മയ. സ ഇത്തം ചോദിത, ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ, ക്ഷത്ര എന്ന് പറഞ്ഞാൽ വിതുരൻ, ക്ഷത്ത എന്ന് വിതുരൻ്റെ പേരാണ്. അപ്പോൾ ക്ഷത്ര എന്ന് പറഞ്ഞാൽ വിതുരനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ, സമുനി ആ മൈത്രേയ മഹർഷി ഗതസ്മയ ഭഗവച്ചിത്ത സ്മയൻ ഇവ പ്രത്യാഹ. ഗതസ്മയ ഭഗവച്ചിത്ത, ഗർവമകന്നവനും ഭഗവാനിൽ സമർപ്പിച്ച ചിത്തത്തോടു കൂടിയവനുമായി, സ്മയൻ ഇവ അല്പമൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, പ്രത്യാഹ മറുപടി പറയുകയാണ്. പരമാർത്ഥ തത്വത്തെ അറിയാൻ ആഗ്രഹിച്ച് വിതുരർ ചോദിച്ചപ്പോൾ അതിൽ സന്തോഷം തോന്നി. ഈ വക വിഷയങ്ങളൊക്കെ അറിയാനൊരു ശിഷ്യൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പം നല്ല ഗുരുനാഥന്മാർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ഭഗവാനിൽ മനസ്സുറപ്പിച്ചവനും അഹങ്കാരത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ആ മൈത്രേയ മഹർഷി ചെറിയ പുഞ്ചിരിയോടുകൂടി ഇതാ മറുപടി പറയുകയാണ്. മൈത്രേയ ഉവാച, മൈത്രേയ മഹർഷി പറയുകയാണ്. എന്താ പറയണത്? സേയം ഭഗവതോമായ യന്നയേന വിരുദ്ധ്യത്തെ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യം ഉത ബന്ധനം. എന്താ പറയണത്? ഒരിക്കലും ആത്മാവിന് സ്വരൂപവിസ്മൃതി ഉണ്ടാവില്ല. അതാണ് മായാഗുണങ്ങളിൽ നിന്ന് മുക്തനായ ആത്മാവിന് സ്വരൂപവിസ്മൃതിയും അതുപോലെ ദീനഭാവം, ദൈന്യവും, അതുപോലെ ബന്ധവും ബന്ധനം ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത് ഈശ്വരൻ്റെ മായ കൊണ്ടാണ്. അതാണ് മറുപടി. മായ കൊണ്ടാണ്. അത് യുക്തി കൊണ്ട് വിചാരം ചെയ്തറിയാൻ സാധിക്കില്ല. അതാണ് മായയുടെ പ്രത്യേകത. സേയം ഭഗവതോ മായ ആണ്. ആ ഭഗവാന്റെ മായയെ എന്നയേന വിരുദ്ധ്യതേ, അത് നയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. നയേന പറഞ്ഞാൽ താർക്കിക യുക്തി കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈശ്വരസ്യ വിമുക്തസ്യ ആണ്. ഗുണങ്ങളിൽ നിന്ന് സ്വതവേ തന്നെ മുക്തനായ ജീവന് കാർപ്പണ്യം, അതാണ് സ്വസ്വരൂപ ഭ്രംശരൂപമായ ദൈന്യം. ബന്ധനം ആണ്, അവിദ്യാഹേതുവായിട്ടുള്ള ആ ബന്ധനം, അതൊന്നും ഒരിക്കലും ഇല്ല. പക്ഷേ ഉള്ളതുപോലെ തോന്നും. അതിന് കാരണം മായയാണ്. ആ മായയെപ്പറ്റി ഒരിക്കലും യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ്. യദർത്ഥേന വിനാമുഷ്യ പുംസാത്മവിപര്യയ പ്രതീയത ഉപദ്രഷ്ടു സുശിരച്ഛേദനാദിക.
യദർത്ഥേന വിനാമുഷ്യ അതാണ്. പുംസ ആത്മവിപര്യയ യത് ഉപദ്രഷ്ടു സ്വശിരശ്ഛേദനാദികം അർത്ഥേന വിനാ പ്രതീയത്തെ അമുഷ്യ പുംസ ആത്മവിപര്യയ. ഉദാഹരണം പറയാണ്. മായയെ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതിനൊരു ഉദാഹരണം പറയാണ്. യദർത്ഥേന വിനാ അമുഷ്യ പുംസ ആത്മവിപര്യയ പ്രതീയത ഉപദ്രഷ്ടു സ്വശിരശ്ഛേദനാദികം. സ്വശിരശ്ഛേദനാദികം തൻ്റെ ശിരസ് ഛേദിച്ചതായും മറ്റും ഉള്ളതുപോലെ നമ്മൾ കാണാറുണ്ട്. ഉപദ്രഷ്ടു എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നവന്. ഉപദ്രഷ്ടു പറഞ്ഞാൽ സ്വപ്നം കാണുന്നവന്. സ്വപ്നം കാണുന്നവൻ സ്വപ്നത്തിൽ ചിലപ്പോൾ തൻ്റെ തല പോയതൊക്കെ ആയിട്ട് കാണും. തൻ്റെ കഴുത്ത് മുറിക്കപ്പെട്ടതായും താൻ മരിച്ചതായും കാണാറില്ലേ? ഇതുപോലെ എന്നാൽ താൻ ശരിക്കും തൻ്റെ തല ശരിക്കും പോയിട്ടുണ്ടോ? ഇല്ല. തല പോയതായിട്ട് അനുഭവപ്പെട്ടു എന്നാണ്. അനുഭവിച്ചു. ആ അനുഭവം ആർക്കുണ്ടായി? എനിക്കുണ്ടായി എന്നാണ്. അപ്പം ഞാനവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പം എൻ്റെ ശരീരം പോയതായിട്ട് അല്ലെങ്കിൽ തല പോയതായിട്ട് ഞാൻ കണ്ടു, കണ്ണടച്ചിട്ട് കണ്ടു. അതൊരു തോന്നലാണെന്ന് ഉണർന്നാൽ മനസ്സിലാവും. ഇതുപോലെ താൻ മരിച്ചതായും കഴുത്ത് മുറിക്കപ്പെട്ടതായും ഒക്കെ കാണാറുണ്ട്. അതുപോലെയാണ് ആത്മവിസ്മൃതിയിൽ അജ്ഞാനം വ്യക്തത ഇല്ലാണ്ട് വന്നാൽ, ഈശ്വരനെ പറ്റി വ്യക്തമായിട്ട് അറിയാതെ പോയാൽ, തന്നെപ്പറ്റി ശരിക്കും അറിയാതിരുന്നാൽ ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആത്മവിസ്മൃതിയിൽ മുഴുകുമ്പോൾ ജീവന് ബന്ധവും ദുഃഖവും ഉള്ളതായി തോന്നുകയാണ്. എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധവും ദുഃഖവും ഇല്ല, പക്ഷേ ബന്ധവും ദുഃഖവും ഉള്ളതായിട്ട് ജീവന് തോന്നുകയാണ് ആത്മവിസ്മൃതി കൊണ്ട്. അപ്പം ഇതിന് പരിഹാരം എന്താ? ആത്മാവിനെ അറിയുക, ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണ്. വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ വെള്ളം ഇളകുമ്പോൾ ഇളകുന്നതായിട്ട് തോന്നും. എന്നാൽ ചന്ദ്രൻ ഇളകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രതിബിംബ ചന്ദ്രൻ അതും ഇളകണില്ല, വെള്ളമാണ് ഇളകണത്. പക്ഷേ ചന്ദ്രൻ ഇളകണതായിട്ട് തോന്നാറുണ്ട്. യഥാ ജലേ ചന്ദ്രമസഃ കമ്പാതിസ്തത് കൃതോ ഗുണഃ ദൃശ്യത്തെ അസന്നപി ദ്രഷ്ടുഃ. ആത്മനോ ഗുണഃ. യഥാ ജലേ ചന്ദ്രമസഃ കമ്പാതിസ്തത് കൃതോ ഗുണഃ ദൃശ്യത്തെ അസന്നപി ദ്രഷ്ടുഃ ആത്മനോ ഗുണഃ. യഥാ ജലേ ചന്ദ്രമസഃ, ജലത്തിൽ ചന്ദ്രബിംബത്തിന് തത്കൃതഃ കമ്പാതി, തതുപാധികൃതമായ ചലനാദികൾ തോന്നാറുണ്ട്. ഇതുപോലെ ആത്മാവിൽ നിന്ന് വ്യതിരിക്തമായ ഗുണഃ അസൻ അഭിദ്രഷ്ടുഃ ആത്മനഃ. ആകാശത്തിലുള്ള സാക്ഷാൽ ചന്ദ്രൻ എന്ന പോലെ വെള്ളത്തിലുള്ള അതിൻ്റെ പ്രതിബിംബത്തിനും വാസ്തവം പറഞ്ഞാൽ ചലനമില്ല. എന്നാൽ ജലസംബന്ധം കൊണ്ട് പ്രതിബിംബ ചന്ദ്രൻ ഇളകണതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇതുപോലെ പരമാത്മാവിനെയും ജീവാത്മാവിനെയും കാണുക. ദേഹാദികളുള്ള ആ ജനിമൃതി, ദേഹാദികൾക്കുള്ള ജനിമൃതി പരിണാമം അത് വാസ്തവം പറഞ്ഞാൽ ആത്മാവിനില്ല. പക്ഷേ ദേഹാഭിമാനിയായ ആ ജീവനിലത് നമുക്ക് തോന്നുകയാണ്. അജ്ഞാനം കൊണ്ട് തന്നെയാണത്. ഈശ്വരൻ ഇത് ബാധകമല്ല താനും. വാസ്തവത്തിൽ ചന്ദ്രൻ ഇളകണുണ്ടോ? ഇല്ല. എന്നാൽ ഇളകണത് പോലെ പ്രതിബിംബം കാണുമ്പോൾ തോന്നണില്ലേ? ഉണ്ട്. പ്രതിബിംബം ഇളകണുണ്ടോ? അതും ഇളകണില്ല. വാസ്തവത്തിൽ ഇളകണത് എന്താണ്? ജലമാണ്. ഇതുപോലെ ശരീരമുണ്ടാവുന്നു, നിലനിൽക്കുന്നു, മരിക്കുന്നു ഉള്ളത് സത്യമാണ്, അല്ല പറയണില്ല. പക്ഷേ ആത്മാവിന് ഒരു മാറ്റവും ഒരിക്കലും സംഭവിക്കുന്നില്ല. ജീവനിൽ വന്നു ചേർന്ന ഈ വിപരീത ഭാവന അതില്ലാണ്ടിയാക്കുക വേണ്ടത്. അതെങ്ങനെ ഇല്ലാണ്ടിയാവും? അതിനുള്ള ഉപായം പറയുകയാണ് 12ാമത്തെ ശ്ലോകത്തിൽ. സവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയ ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹ. സവൈ നിവൃത്തിധർമ്മേണ, എങ്ങനെയാണ് അപ്പം ഈ ഒരു മനസ്സിനെ അടക്കി വാസ്തവം അറിയാൻ സാധിക്കുക? മനസ്സിനെ അന്തർമുഖമാക്കണം. അങ്ങനെ മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കണം. അതിനാണ് ഈ ഭക്തിയൊക്കെ. അതിനാണ് സകല കർമ്മങ്ങളും വാസ്തവം പറഞ്ഞാൽ ചിത്തശുദ്ധിക്കാണ്. മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കലാകുന്ന അനുഷ്ഠാനത്താൽ ഹൃദയം ശുദ്ധമാവും, ഭക്തി ഉണ്ടാവും,
ഭക്തി കൊണ്ട് ഭഗവാന്റെ അനുകമ്പയ്ക്ക് പാത്രീഭൂതനായിത്തീരും നമ്മൾ. ഭഗവാൻ നമ്മളോട് കാരുണ്യം ഉണ്ടാവും. നമ്മുടെ വിനയവും ശ്രദ്ധയും കാണുമ്പോൾ ഭഗവത് കാരുണ്യം കൊണ്ടും ഭക്തി കൊണ്ടും ആത്മവിസ്മൃതി സ്വരൂപമായ മായ അത് മെല്ലെ മെല്ലെ മറഞ്ഞു പോവും. ശനൈരിഹ തിരോധത്തേതാണ്. മെല്ലെ 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 ആ മായ നമുക്ക് വഴി മാറിത്തരും. സന്തോഷമായിട്ടിരുന്നോട്ടെ ഈ സാധകൻ എന്ന് കരുതി മായ വഴി മാറിത്തരും. അതാണ് സവൈ നിവൃത്തി ധർമ്മേണ. അർപ്പണബുദ്ധിയോടെ ചെയ്യുന്ന ആ കർമ്മപദ്ധതി മൂലം ആത്മാർത്ഥമായിട്ട് ഫലം ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുന്ന ആ ഒരു സാധകന് സാവധാനത്തിൽ ചിത്തശുദ്ധി ഉണ്ടാവും. വാസുദേവ അനുകമ്പയ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭക്തി ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്ക് മായയെ തരണം ചെയ്യാൻ എളുപ്പം സാധിക്കും. യഥേന്ദ്രിയോപരാമോധ ദ്രഷ്ടാത്മനി പരേ ഹരൗ വിലീയന്തെ തഥാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. യഥേന്ദ്രിയോപരാമോധ, യഥാ ദ്രഷ്ടാത്മനി പരേ ഹരൗ ഇന്ദ്രിയോപരാമഃ തഥാ അഥ സംസുപ്തസ്യ ഇവ കൃഷ്ണശഃ. ക്ലേശാഃ വിലീയന്തെ. എന്താ പറയണത്? ഇവിടെ ആത്മാവിൽ, ബോധത്തിൽ എല്ലാത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വപ്നം കാണുന്നു ഞാൻ, സ്വപ്നം കാണുന്നു ഞാൻ എന്നുള്ളത് കാണുന്ന ഒരാളുണ്ട്. സ്വപ്നത്തിൽ ഞാൻ നായയെ പേടിച്ച് ഓടുകയാണ്. ആരാ ഓടുന്നത്? ഞാൻ. ആരാ കാണുന്നത്? ഞാൻ. അതിലേതാ ശരിക്കുള്ള ഞാൻ? കാണുന്ന സാക്ഷിയായിട്ടുള്ള ഞാൻ. ആ ഞാൻ കാണുന്നത് എങ്ങനെയാണ്? ഈ സ്വപ്നം കാണുന്നത് കണ്ണുകൊണ്ടല്ല, കണ്ണ് വേണ്ട, കണ്ണടച്ചിട്ടാണ്. അതാണ് എല്ലാത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ. ആ ആത്മാവിൽ, ആ ബോധത്തിൽ ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയാൽ, വാസ്തവം പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഒരു തോന്നലാണ്. അതൊക്കെ ആത്മാവിൻ്റെ മുകളിൽ പൊന്തി മറയണതാണ്. അതൊക്കെ ആ ആത്മാവിലൊന്ന് അടങ്ങിയാൽ അതോടെ എല്ലാവിധ ക്ലേശങ്ങളും അവസാനിക്കും. ഭഗവാന്റെ ഗുണങ്ങളെ, കഥകളെ കേൾക്കലും അത് കീർത്തിക്കലും ഇതൊക്കെയാണ് അനുഷ്ഠാനം. ആ മനസ്സടങ്ങാനുള്ള വഴിയാണ് പറയണത്. അങ്ങനെ മനസ്സ് ആത്മാവിലടങ്ങും. ഭഗവാന്റെ കഥകൾ കേട്ടാൽ, ഭഗവാന്റെ കഥകൾ കീർത്തിച്ചാൽ, അങ്ങനെ എല്ലാവിധ ക്ലേശങ്ങളും നശിക്കും. ദുഃഖം ഇല്ലാണ്ടിയാവും. സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. ഇതാണ് ഇവിടെ വർണ്ണിച്ചത്. അശേഷ സംക്ലേശമം വിധത്തെ ഗുണാനുവാദശ്രവണം മുരാരേ കുതഃ പുനസ്തച്ചരണാരവിന്ദപരാഗസേവാരതി ആത്മലബ്ധ. മുരാരേ ഗുണാനുവാദ ശ്രവണം. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ആ മുരാരിയുടെ, മുരൻ എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് ആ പേര്. ആ ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റി കീർത്തിക്കുക, കേൾക്കുക. അങ്ങനെയുള്ളവർക്ക് അശേഷ സംക്ലേശമം വിധത്തെ, പിന്നെ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. തച്ചരണാരവിന്ദ പരാഗസേവാരതി. അവിടുത്തെ ആ ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ തൃപ്പാദ പത്മരാഗങ്ങളെ മുകരുവാനുള്ള അഭിരുചി ആത്മലബ്ധ മനസ്സിൽ സിദ്ധിച്ചാൽ അവർക്ക് പിന്നെ ദുഃഖം ഉണ്ടാവില്ല എന്ന് വേറെ പറയണോ? അവർക്ക് ഒരു ക്ലേശവും ഉണ്ടാവില്ല. അവിദ്യാകൃതമായ ആ വിപരീത ഭാവന നിമിത്തം ഉണ്ടാവുന്ന സംസാര ക്ലേശത്തെ ഇല്ലാണ്ടിയാക്കാനുള്ള എളുപ്പവഴി ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് പാടുക. അപ്പം ഭക്തി വർദ്ധിക്കും, ഹൃദയം ശുദ്ധമാവും, മനസ്സ് ആ ബോധത്തിൽ ലയിക്കും. ഇതാണ് ഉത്തരം. തൻ്റെ ചോദ്യങ്ങൾക്ക് മൈത്രേയ മഹർഷി നൽകിയ ഉത്തരം. സന്തോഷമായി അത് കേട്ട സമയത്ത് വിതുരർ ആ മൈത്രേയരെ ആ കേട്ട ഉത്തരം കേട്ടിട്ട് സന്തോഷിച്ച് മൈത്രേയ മഹർഷിയുടെ നന്ദി സൂചിപ്പിക്കുകയാണ്. തൻ്റെ ആ ചരിതാർത്ഥത അതാണ് ഇനി താഴെ വർണ്ണിക്കുന്ന 6 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുകയാണ്. സന്തോഷമായി മഹർഷി, അങ്ങയുടെ ഉത്തരം എനിക്ക് കേട്ട സമയത്ത് ദുഃഖങ്ങൾ തീർന്നു, വലിയ സന്തോഷമായി എന്ന് അദ്ദേഹം തൻ്റെ ആ നന്ദി പ്രകടിപ്പിക്കുന്നു. 15ാമത്തെ ശ്ലോകം മുതൽ. വിദുര ഉവാച സഞ്ഛിന്ന സംശയോ മഹ്യം തവ സൂക്താസിനാ വിഭോ
ഉഭയത്രാപി ഭഗവൻ മനോമേ സമ്പ്രധാവതി സഞ്ചിന്ന സംശയോ മഹ്യം. എന്താ പറയണത്? വിഭോ അല്ലയോ മഹാത്മൻ, മഹ്യം സംശയ തവ സൂക്താസിന സംഛിന്ന. എൻ്റെ സന്ദേഹം, എൻ്റെ സംശയം അങ്ങയുടെ ഈ വാക്കുകൊണ്ട് സഞ്ചിന്ന തീർന്നു. അതായത് വേരറുക്കപ്പെട്ടു. എൻ്റെ സംശയത്തിൻ്റെ വേര് മുഴുവനായിട്ട് പോയി. ഇതാണ്. എനിക്കിപ്പം സംശയങ്ങളൊന്നുമില്ല അങ്ങയുടെ ഈ മറുപടി കേട്ട സമയത്ത്. അല്ലയോ സർവജ്ഞ ഭഗവൻ, മേ മനഃ ഉഭയത്രാപി സമ്പ്രധാവതി. എൻ്റെ മനസ്സ് രണ്ട് തത്വങ്ങളിലും സമ്പ്രധാവതി ഓടിയെത്തുന്നുണ്ട്. ഏതാ ഈ രണ്ട് തത്വങ്ങൾ? ഈശ്വരൻ സ്വതന്ത്രനായി നിൽക്കുന്നതും ജീവൻ പരതന്ത്രനായി വലയുന്നതും. ഇതാണ് രണ്ട് തത്വങ്ങൾ. ആയ രണ്ട് യാഥാർത്ഥ്യങ്ങളിലും, അഥവാ ജീവൻ്റെ ബന്ധത്തിലും മോക്ഷത്തിലും എന്നർത്ഥം. അങ്ങയുടെ ജ്ഞാനോപദേശം കൊണ്ട് എൻ്റെ സംശയം നീങ്ങി. പക്ഷേ ജീവൻ്റെ ബന്ധത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും സ്വരൂപം അത് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ മനസ്സ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്ന് വ്യക്തമാക്കി തരണം എന്നാണ് പ്രാർത്ഥന. സാധ്വേതത് വ്യാഹൃതം വിദ്വൻ ആത്മമായായനം ഹരേഹേ ആഭാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹിഃ. സാധ്വേതത് എന്താ പറയണത്? ഈ സംസാരാനുഭവം ഭഗവാന്റെ മായ കൊണ്ട് തോന്നപ്പെടുന്നതാണെന്ന് അങ്ങ് ഒരു സംശയവും ഇനി ഉണ്ടാവില്ല. ആ പാകത്തിന് അങ്ങ് പറഞ്ഞു തന്നു. അല്ലയോ വിദ്വൻ, സാധു ത്വയാ വ്യാഹൃതം ഏതത് ഹരേഹേ ആത്മമായായനം ആഭാതി. ആ സംസാരാനുഭവം ആത്മമായായനം, അത് ആ സർവേശ്വരൻ്റെ മായ കൊണ്ട് തോന്നപ്പെടുന്നതാണ് എന്നങ്ങ് പറഞ്ഞു. പ്രപഞ്ചബോധം പരമാർത്ഥത്തിൽ ഇല്ലാത്തതും അടിസ്ഥാനരഹിതവുമാണ്. പ്രപഞ്ചം എന്നൊരു തോന്നൽ അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, അടിസ്ഥാനമില്ല അതിന്. അതിനിപ്പം പറയുക ചോദിച്ചാൽ മായാഭ്രമം എന്ന് പറയാം. മായാഭ്രമമല്ലാതെ ലോകത്തിന് ആധാരമായി യാതൊന്നും തന്നെ ഇല്ല. അപാർത്ഥം നിർമൂലം യത് ബഹിഃ വിശ്വമൂലം ന. പരമാർത്ഥത്തിൽ നിന്നകന്നതും നിർമൂലം അടിസ്ഥാനമില്ലാത്തതും ആണ്. യത് ബഹിഃ വിശ്വമൂലം ന. യത് എന്തെന്നാൽ മായാമോഹത്തിനു പുറമെ വിശ്വമൂലം ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മറ്റൊന്നും ഇല്ല. പറഞ്ഞതിൻ്റെ ആശയം വ്യക്തമായില്ലേ? സംസാരാനുഭവം, അത് സംസാരം എന്നൊരനുഭവം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സ്വപ്നം കാണുന്നത് പോലെയാണ്. സ്വപ്നാനുഭവം ഉണ്ട്. സ്വപ്നം കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതില്ലാത്തതാണെന്ന് ഉണരുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതിനെന്താ പറയുക? അതിന് മായ എന്ന് പറയാം. ഇവിടെ ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. അത് എന്ത് ചോദിച്ചാൽ അത് ഭഗവാന്റെ മായ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വാസ്തവത്തിലില്ലാത്തതാണ്. പ്രപഞ്ചബോധം എന്നൊന്ന് വാസ്തവത്തിൽ ഇല്ല, അടിസ്ഥാനരഹിതമാണ്. അതിനെ മായാഭ്രമം എന്ന് പറയാം. അതല്ലാതെ ഈ ലോകത്തിന് ആധാരമായിട്ട് യാതൊന്നുമില്ല. യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധേഃ പരംഗതഃ താവുഭൗ സുഖമേധേതേ ക്ലിശ്യത്യന്തരിതോ ജനഃ. യശ്ച മൂഢതമോ ലോകേ, ലോകേ മൂഢതമഃ യഹ ച, ലോകത്തിൽ മഹാമൂഢൻ യാതൊരുവനോ, ബുദ്ധേഃ പരംഗതഃ, ബുദ്ധിയിൽ നിന്ന് അതീതമായതിനെ പ്രാപിച്ചവൻ, യഹ ച യാതൊരുവനോ, തൗ ഉഭൗ സുഖം ഏധേതേ, അവർ രണ്ടുപേരും സുഖമാകും വണ്ണം ജീവിക്കുന്നു. അന്തരിതഃ ജനഃ ക്ലിശ്യതി, ഇടയിലകപ്പെട്ട മനുഷ്യർ ക്ലേശിക്കുന്നു. മൂഢനായവനും അതുപോലെ ക്രാന്തദർശിയും ആയിട്ടുള്ള ആളും, മൂഢനും വിദ്വാനും ദുഃഖമില്ല. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള നമ്മളെപ്പോലുള്ളവരാണ് ഈ ദുഃഖിക്കുന്നത്. രണ്ടുപേരും രണ്ട് വഴിക്ക് സുഖിക്കുന്നു. മൂഢനൊന്നും അറിയാത്തത് കൊണ്ട് നല്ല സുഖമാണ്, ഒന്നും അറിയണ്ട. ദുഃഖം പോലും അയാൾക്ക് അറിയില്ല, കാരണം അത്രയ്ക്കും വിവരമില്ല. എന്നാൽ വിദ്വാനോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് അയാൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നു. എന്നാൽ ഇടയിൽപ്പെട്ട അല്പജ്ഞാനിയാണ് സംശയങ്ങൾ കൊണ്ട് ക്ലേശിച്ച് ആ അല്പജ്ഞത്വം കൊണ്ട് സംശയം തീരാതെ വിഷമിക്കുന്നത്. അതാണ് വിതുരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നും അറിയാത്ത പരമമൂഢന്മാർ തമോ ഗുണപ്രധാനികളാണ്. ദുഃഖം അവരറിയില്ല, കാരണം ദുഃഖം അറിയത്തക്ക വിധത്തിൽ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ദുഃഖമാണെന്ന് അറിയണമെങ്കിൽ തന്നെ ലേശം ബുദ്ധി വേണ്ടേ? അത്രയില്ല. അതുകൊണ്ട് അവർക്ക് ചിന്തയൊന്നുമില്ല, ക്ലേശവുമില്ല.
ജ്ഞാനികളാവട്ടെ ബുദ്ധിക്കും അപ്പുറത്താണ്, ബുദ്ധിക്കും അപ്പുറത്താണ് അവർ. അവരെയും ക്ലേശങ്ങൾ ബാധിക്കുന്നില്ല. അവർക്ക് വ്യക്തമായി ഈ പ്രപഞ്ചത്തെ നിശ്ചണ്ട്. അവർക്ക് മൂഢത്വം ഒട്ടുമില്ല. എന്നാൽ നമ്മുടെ കഥയോ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ. തനി മൂഢത്വം വിട്ടിരിക്കുന്നുണ്ട്. തനി മൂഢത്വമില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജ്ഞാനം ഉണ്ടായിട്ടുണ്ടോ? അതും കുറച്ച്, അതും പൂർണ്ണമായിട്ടില്ല. ഇങ്ങനെ ഇടയിൽപ്പെട്ടവർക്കാണ് ദുഃഖം. അതാണ് വർണ്ണിച്ചത്. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതിദസ്യാപി നാത്മനഃ താം ചാപി യുഷ്മച്ചരണസേവയാഹം പരാണുദേ. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാപി നാത്മനഃ താം ചാപി യുഷ്മച്ചരണസേവയാഹം പരാണുദേ. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യ അപി നാത്മനഃ നാത്മനഃ പ്രതീതസ്യ അപി അർത്ഥാഭാവം വിനിശ്ചിത്യ താം ച അപി അഹം യുഷ്മച്ചരണസേവയാ പരാണുദേ. പരാണുദേ എന്ന് പറഞ്ഞാൽ നീക്കിക്കൊള്ളാം എന്നാണ്. എന്ത് നീക്കിക്കൊള്ളാം? എന്താ പറയണത്? എന്താ വിതുരർ പറയണത്? ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന ആ ഒരു സംഗതി അത് ഞാൻ ഉറപ്പിച്ചോളാം. ഈ പ്രപഞ്ചം സത്യമാണെന്നൊരു തോന്നൽ അത് ഞാൻ അങ്ങയെ സേവിച്ച് അകറ്റിക്കൊള്ളാം, അതാണ് നീക്കിക്കൊള്ളാം. അതാണ് പരാണുദേ യുഷ്മച്ചരണ സേവയാ. ഇവിടെ ആത്മാവിൽ നിന്ന് വേറെയായി തോന്നപ്പെടുന്നുണ്ടെങ്കിലും, പ്രപഞ്ചം വേറെ ആത്മാവ് വേറെ എന്നൊക്കെ തോന്നും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയില്ല. ഈ പ്രപഞ്ചം മിഥ്യയാണ്, ഒരു തോന്നൽ മാത്രമാണ്. വാസ്തവത്തിലുള്ളത് ബ്രഹ്മം മാത്രം, ഈശ്വരൻ മാത്രം. ജഗത് മിഥ്യ, ബ്രഹ്മസത്യം, ഇങ്ങനെയാണ് പറയുക. ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന ബോധം അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക പറഞ്ഞാൽ ആ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കുക. അതാണ് വിദ്വാൻമാർ ഇവിടെ പറയുന്നു, ഋഷിമാർ പറയണു. അവർ വെറുതെ പറയില്ല എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ഉറപ്പിക്കുക. ഈ പ്രപഞ്ച പ്രതീതിയെ അതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം ഒരു ദുസ്വപ്നം പോലെ അങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ഒരു പ്രതീതിയാണ്, വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള സത്യം എങ്ങനെ അറിയാം? അങ്ങയുടെ പാദശുശ്രൂഷ കൊണ്ടും അനുഗ്രഹം കൊണ്ടും. ഇതാണ് വഴി. പുസ്തകം വായിച്ചതുകൊണ്ടോ കുറേ അധ്വാനിച്ചതുകൊണ്ട് കാര്യമില്ല. സദ്ഗുരുനാഥന്മാരെ ആശ്രയിച്ച് അവരുടെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രപഞ്ച പ്രതീതി, ഈ മായയെ അകറ്റാൻ സാധിക്കുള്ളൂ. യുഷ്മച്ചരണ സേവയാ, അങ്ങയുടെ പാദശുശ്രൂഷ കൊണ്ട് ഞാൻ നീക്കിക്കൊള്ളാം എന്നാണ്, അകറ്റിക്കൊള്ളാം. അങ്ങയുടെ അനുഗ്രഹം അതിനുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രപഞ്ചം മായാവിഭ്രാന്തിയാണ്, മിഥ്യയാണ് എന്ന് ഞാൻ ബോധിച്ചു. എങ്കിലും അതുണ്ടെന്നൊരു തോന്നൽ അങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ബുദ്ധിയിൽ മനസ്സിലായെങ്കിലും അനുഭവത്തിൽ ഈ പ്രപഞ്ചം കാണുന്നു. അതും കൂടി ഇല്ലാണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. അങ്ങയുടെ പാദത്തെ ഞാൻ ശുശ്രൂഷിക്കാം. അങ്ങനെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. ഇനി എങ്ങനെയാണ് ഗുരുവിനെ ഉപാസിച്ചാൽ, അല്ലെങ്കിൽ ഗുരുപാദ സേവ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു തോന്നൽ, ഈ പ്രപഞ്ചപ്രതീതി ഇല്ലാണ്ടാവുക? അത് വർണ്ണിക്കുകയാണ്. പിന്നെ 19ാമത്തെ ശ്ലോകം നോക്കൂ. തത് യത് സേവയാ ആണ്. യത് സേവയാ ഭഗവതഃ കൂടസ്ഥസ്യ മധുദ്വിഷഃ രതിരാസോ ഭവേത്തീവ്രഃ പാദയോർവ്യസനാർദ്ദനഃ. യത് സേവയാ ഭഗവതഃ കൂടസ്ഥസ്യ മധുദ്വിഷഃ രതിരാസോ ഭവേത്തീവ്രഃ പാദയോർവ്യസനാർദ്ദനഃ. യത് സേവയാ, യാതൊരു ഗുരുപാദ സേവ കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങയെപ്പോലുള്ള സജ്ജനങ്ങളെ സേവിച്ചാൽ, അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചാൽ, സദ്ഗുരുനാഥന്മാരുടെ പാദത്തെ ആശ്രയിച്ചാൽ, കൂടസ്ഥസ്യ ഭഗവതഃ നിർവികാരാത്മാവും ജ്ഞാനൈശ്വര്യാദി ഗുണോപേതനുമായ മധുദ്വിഷഃ, മധു എന്ന അസുരനെ നിഗ്രഹിച്ചവൻ എന്നാണ്. അതാണ് ഭഗവാന്റെ പേരാണ് മധുദ്വിഡ്. അപ്പം മധുദ്വിഷഃ ആ ശ്രീകൃഷ്ണൻ്റെ പാദയോഹോ വ്യസനാർദ്ദനഃ തീവ്രഃ രതിരാസഃ ഭവേത്. പാദയോഹോ ഭഗവാന്റെ പാദങ്ങളിൽ വ്യസനാർദ്ദനഃ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന തീവ്രഃ രതിരാസഃ ബലവത്തായ പ്രേമഭാവം അല്ലെങ്കിൽ പ്രേമഭാവോല്ലാസം ഭവേത് സംഭവിക്കും. അങ്ങനെയാണ് ഗുരുനാഥനെ ആശ്രയിച്ചാൽ ഈ മായ ഇല്ലാണ്ടാവുക.
അത് പറയാണ്. അങ്ങേപ്പോലുള്ള സജ്ജനങ്ങളെ, ജ്ഞാനികളെ ആശ്രയിച്ചാൽ നിർവികാര സ്വരൂപിയായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ഭക്തി വർദ്ധിച്ചാൽ ഉള്ളിലുള്ള ആ രജോ ഗുണ തമോ ഗുണ വാസനകൾ നീങ്ങും. ഈ തത്വങ്ങളൊക്കെ ഒന്നും കൂടി ഉറയ്ക്കും, ദുഃഖങ്ങൾ നശിക്കും. അതാണ് പറയണത്. ദുരാപാഹി അല്പതപസഃ സേവാ വൈകുണ്ഠവർത്മസു. ദുരാപാഹി അല്പതപസഃ സേവാ വൈകുണ്ഠവർത്മസു. യത്രോപഗീയത്തെ നിത്യം ദേവദേവോ ജനാർദ്ദനഃ. ദുരാപാഹ്യൽപതപസഃ സേവാ വൈകുണ്ഠവർത്മസു. യത്രോപഗീയത്തെ നിത്യം ദേവദേവോ ജനാർദ്ദനഃ. യത്ര ദേവദേവഃ ജനാർദ്ദനഃ നിത്യം ഉപഗീയത്തെ. എവിടെയാണോ ദേവദേവ, ദേവന്മാർക്കും ദേവനായ ആ ജനാർദ്ദനനെ, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെന്നും ഉപഗീയതെ, എന്നെന്നും നിത്യം എന്ന് പറഞ്ഞാൽ എന്നും ഉപഗീയതെ സ്തുതിക്കുക ഭഗവാനെ. എവിടെയാണോ എന്നും ഭഗവാനെക്കുറിച്ച് പാടുന്നത്, അങ്ങനെയുള്ള വൈകുണ്ഠവർത്മസു, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് സേവാ, അവരെ സേവിക്കാനും അവരെ പൂജിക്കാനൊക്കെ അല്പതപസഃ ദുരാപാഹി, തപസ് കുറഞ്ഞവന് സാധിക്കില്ല. ദുരാപാഹി, ദുർലഭമാണല്ലോ. ഭക്തന്മാരെ സേവിക്കാനും അവരുടെ പാദം സേവിക്കാനും അവരെ വീണ് നമസ്കരിക്കാനും ഒക്കെ തോന്നണമെങ്കിൽ അത്രയ്ക്ക് തപസ് വേണം. തപസ്സില്ലെങ്കിൽ അങ്ങനെ തോന്നില്ല. ഭക്തി കൊണ്ട് രജോ ഗുണങ്ങളും തമോ ഗുണ വാസനകളൊക്കെ നീങ്ങി ദുഃഖങ്ങൾ നശിക്കും. പക്ഷേ അങ്ങനെ ഭക്തി ഉണ്ടാവണമെങ്കിൽ, സജ്ജനങ്ങളുടെ പാദത്തിൽ വീണ് നമസ്കരിക്കണമെന്ന് തോന്നണമെങ്കിൽ തപസ് വേണം. വേണ്ടത്ര തപസ്സില്ലെങ്കിൽ, പുണ്യമില്ലെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരെ ഒന്ന് കാണാൻ പോലും സാധിക്കില്ല. പിന്നല്ലേ വീണ് നമസ്കരിക്കുന്ന കാര്യം. ഭഗവത് ഭക്തന്മാരെപ്പോഴും ദേവദേവനായ ഭഗവാനെ തന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ കൂടിയാൽ, അവരുടെ ഈ കീർത്തനം കേട്ടാൽ ഉറപ്പാണ് ഭക്തി ഉണ്ടാവും, സംശയമില്ല. അപ്പം സത്സംഗമാണ് ഫലം, സത്സംഗമാണ് ഏറ്റവും വലുത്. ആ സത്സംഗം കൊണ്ട് നമ്മൾക്ക് ഉള്ളിലുള്ള ദുർവാസനകൾ നീങ്ങി ഹൃദയം ശുദ്ധമായി ഭക്തി വർദ്ധിച്ച് ക്രമേണ ഈ തത്വങ്ങളൊക്കെ വ്യക്തമായി ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് ബോധിക്കും എന്ന് സാരം. അതാണ് പറഞ്ഞത്. ഇനിയും ചിലതൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിതുരർ മൈത്രേയ മഹർഷി ഇതേവരെ ഉപദേശിച്ച സംഗതികളെ താഴ്ന്ന് 3 ശ്ലോകത്തിൽ പറയാണ്. 21-ാമത്തെ ശ്ലോകം നോക്കൂ. സൃഷ്ട്വാഗ്രേ മഹദാദീനി സവികാരാണി അനുക്രമാത് തേഭ്യോ വിരാജമുദ്ധൃത്യ തമനുപ്രാവിശത് വിഭുഃ. സൃഷ്ട്വാഗ്രേ മഹദാദീനി സവികാരാണി അനുക്രമാത് തേഭ്യോ വിരാജമുദ്ധൃത്യ തമനുപ്രാവിശത് വിഭുഃ. വിഭുഃ അഗ്രേ സവികാരാണി മഹദാദീനി അനുക്രമാത് സൃഷ്ട്വാ തേഭ്യഃ വിരാജമുദ്ധൃത്യ തം അനുപ്രാവിശത്. ആ വിഭു, ആ സർവേശ്വരൻ അഗ്രേ ആദ്യത്തിൽ സവികാരാണി മഹദാദീനി അനുക്രമാത്, മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെ സൃഷ്ടിച്ച് തേഭ്യഃ വിരാജമുദ്ധൃത്യ, അവ കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ, വിരാട് സ്വരൂപത്തെ ഉദ്ധൃത്യ, ഉത്ഭവിപ്പിച്ച് തം അനുപ്രാവിശത്, അതിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തിൽ മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെ സൃഷ്ടിച്ച് ആ ഭഗവാൻ അവ കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് സർവവ്യാപിയായ ഭഗവാൻ അതിൽ പ്രവേശിച്ചിട്ടാണ് വിരാട് പുരുഷനായി തീർന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭഗവാൻ അതിലേക്ക് തത് സൃഷ്ട്വ തദേവാനുപ്രാവിശത് എന്ന് ഉപനിഷത്ത്. അങ്ങനെ വിരാട് പുരുഷനായി തീർന്നു. യമാഹുരാദ്യം പുരുഷം സഹസ്രാംഘ്ര്യൂരുബാഹുകം യത്ര വിശ്വയിമേ ലോകാഃ സവികാസം സമാസത്തെ. അങ്ങനെ ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിച്ചിട്ട് യം സഹസ്രാംഘ്ര്യൂരുബാഹുകം ആദ്യം പുരുഷം ആഹു, ആ വിരാടിനെ 1000 പാദങ്ങളും 1000 തുടകളും കൈകളുമുള്ള ആദിമനായ പുരുഷനായിട്ട് പറഞ്ഞു വരുന്നു. ആ വിരാട് പുരുഷൻ ആയിരക്കണക്കിന് കൈകാലുകളോട് കൂടിയ വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷനിലാണ്
ഈ കാണുന്ന ലോകങ്ങൾ മുഴുവൻ, ഈ ലോകമൊക്കെ നിൽക്കുന്നത് അവിടെയാണ്. എത്ര ഇമേ വിശ്വേ ലോകാഹ സവികാശം സമാസത്തെ, ആ വിരാട് പുരുഷനിലാണ് ഈ എല്ലാ ലോകങ്ങളും നിലനിൽക്കുന്നത്. എന്നിട്ടോ യസ്മിൻ ദശവിധ പ്രാണ സേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രിവൃത് ത്വയേരിതോ യതോ വർണ്ണാഹ തദ്വിഭൂതിർവദസ്വനഃ. എന്തൊക്കെയാണ് ആ വിരാട് പുരുഷനിലുള്ളത്? യസ്മിൻ ദശവിധ പ്രാണ, ആ ഭഗവാനിൽ ദശവിധ പ്രാണ, 10 പ്രകാരത്തിലുള്ള പ്രാണശക്തിയും, പിന്നെയോ 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ, പിന്നെ ശബ്ദാദി വിഷയങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, പിന്നെ 3 ഗുണങ്ങളോട് കൂടിയ സകല വസ്തുക്കളും, അതാണ് ത്രിവൃത് എന്ന് പറഞ്ഞത്. പിന്നെയോ പിന്നെ ബ്രാഹ്മണൻ മുതലായ 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ, അതാണ് വർണ്ണാഹ. തദ്വിഭൂതീഹി, പിന്നെ ഭഗവാന്റെ വിഭൂതികളെ, അതൊക്കെ വർണ്ണിച്ചു തന്നാലും അവയിൽ നിന്നാണല്ലോ ഈ പുത്രപൗത്ര പരമ്പരയോട് കൂടിയതും ഈ ലോകം മുഴുവൻ നിറഞ്ഞതുമായ ഈ പ്രജകളുണ്ടായത്. അതൊക്കെ ഒന്ന് വിസ്തരിക്കണമെന്ന് പറയുകയാണ്. യത്ര പുത്രൈശ്ച പൗത്രൈശ്ച നപ്തൃഭിഃ സഹ ഗോത്രജൈഃ പ്രജാവിചിത്രാകൃതയാ സന്യാഭിരിതം തതം. യത്ര പുത്രൈശ്ച പൗത്രൈശ്ച, യത്ര പുത്രൈഃ ച പൗത്രൈഃ ച, പുത്രൈഃ മക്കളോടും, പൗത്രൈഃ ച പേരമക്കളോടും, നപ്തൃഭിഃ പേരക്കുട്ടികളുടെ മക്കൾ, ഗോത്രജൈഃ അങ്ങനെ വംശത്തിലുണ്ടായവരൊക്കെ, അങ്ങനെ ഇതങ്ങോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരെ പറ്റിയൊക്കെ എങ്ങനെയാണ് ഈ സൃഷ്ടി വർദ്ധിച്ചത്, അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ. പുത്രപൗത്ര പരമ്പരയോട് കൂടിയതും ലോകം മുഴുവൻ നിറഞ്ഞതുമായ ഈ പ്രജകളുണ്ടായത്, അതുപോലെ പ്രജാപതികളുടെ ഒക്കെ അധിപതിയായ ബ്രഹ്മാവ് ആരൊക്കെ സൃഷ്ടിച്ചു, ഏതേത് പ്രജാപതികളെയാണ് സൃഷ്ടിച്ചത്, ആദ്യത്തിലുണ്ടായ സൃഷ്ടിയെപ്പറ്റി വിസ്തരിച്ച് പറയണേ. പിന്നീടുണ്ടായ സൃഷ്ടിഭേദങ്ങളെപ്പറ്റി, അതുപോലെ മന്വന്തരാധിപതികളായ മനുക്കളെക്കുറിച്ച്, അവരുടെ വംശപരമ്പര, ഇതൊക്കെ കേട്ടാൽ കൊള്ളാം എന്ന് വിതുരർ പറയുകയാണ്. അതാണ് പ്രജാപതീനാം സപതി ചക്ലപേ കാൻ പ്രജാപതീൻ സർഗാംശ്ചൈവ അനുസർഗാംശ്ച മനൂൻ മന്വന്തരാധിപാൻ. വ്യക്തമായില്ലേ? പിന്നെയോ ഏതേഷാമപി വംശാംശ്ച വംശാനുചരിതാനി ച ഉപര്യധശ്ച യേ ലോകാ ഭൂമേർമിത്രാത്മജാ സതേ തേഷാം സംസ്ഥാം പ്രമാണം ച ഭൂർലോകസ്യ ച വർണ്ണയ. ഇതൊക്കെ വ്യക്തമാണ്. എന്താ പറയുന്നത്? പ്രജാപതീനാം പതിഹി സഹ കാൻ പ്രജാപതീൻ ചക്ലപേ. പ്രജാപതിമാരുടെ പതിയായ ആ ബ്രഹ്മാവ് പ്രജാപതിമാരെ സൃഷ്ടിച്ചില്ലേ? ഏതെല്ലാം പ്രജാപതിമാരെ സൃഷ്ടിച്ചു? ചക്ലപേ പറഞ്ഞാൽ സൃഷ്ടിച്ചു. മിത്രാത്മജ, ഹേ മിത്രാത്മജ, അത് മൈത്രേയരുടെ പേരാണ് കേട്ടോ. മിത്രൻ എന്ന മഹർഷിയുടെ മകനാണ്. അപ്പം മിത്രാത്മജ മുനെ സർഗാഞ്ച അനുസർഗാഞ്ച, സൃഷ്ടിയെ പറ്റിയും പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചതിനെ പറ്റിയിട്ടും അതുകൊണ്ട് സൃഷ്ടിച്ചതിനെ പറ്റിയും ആദ്യ സൃഷ്ടിയെക്കുറിച്ചും പിന്നെ തുടർന്നുള്ള സൃഷ്ടി വിഭാഗങ്ങളെ പറ്റിയും മനുക്കളെ പറ്റിയും മന്വന്തരാധിപതികളെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. വംശങ്ങളെ പറ്റി, വംശത്തിലുണ്ടായ ആളുകളെ പറ്റി ഒക്കെ. ഭൂമേഹേ ഉപരി അധഹ ച യേ ലോകാഹ, ഭൂമിയുടെ മുകളിലും താഴത്തും എത്ര ലോകങ്ങളുണ്ടോ അതിനെപ്പറ്റിയും. തേഷാം സംസ്ഥാം ച, അതിൻ്റെ ആ സന്നിവേശത്തെക്കുറിച്ച്. ഭൂർലോകസ്യ പ്രമാണം ച വർണ്ണയ, ഭൂർലോകത്തിൻ്റെ അളവിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിര്യങ്മാനുഷദേവാനാം സരീസൃപപതത്രിണാം വദനഃ സർവസംവ്യൂഹം ഗാർഭസ്വേദദ്വിജോദ്ഭിദാം. തിര്യങ്ങമാനുഷദേവാനാം, മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ, ഇവരുടെയും സരീസൃപപതത്രിണാം, സരീസൃപ എന്ന് പറഞ്ഞാൽ ഏഴജാതികൾ, ഏഴജന്തുക്കളെ പറ്റി, പക്ഷികളെ പറ്റി, അതുപോലെ ഗാർഭസ്വേദ ദ്വിജോദ്ഭിദാം ആണ്. ജരായുജങ്ങൾ, സ്വേദജങ്ങൾ, അണ്ടജങ്ങൾ, ഉദ്ഭിജങ്ങൾ, ഇവയെക്കുറിച്ച് സർഗസംവ്യൂഹം നഹ വേദ, സൃഷ്ടി വിഭാഗത്തെപ്പറ്റി ഞങ്ങൾക്ക്
പറഞ്ഞു തരണേ. ഗുണാവതാരൈർവിശ്വസ്യ സർഗസ്ഥിത്യപ്യയാശ്രയം സൃജതഃ ശ്രീനിവാസസ്യ വ്യാജക്ഷോദാരവിക്രമം. ഗുണാവതാരൈർവിശ്വസ്യ, ഗുണാവതാരങ്ങൾ കൊണ്ട് വിശ്വസ്യ ലോകത്തിൻ്റെ സർഗസ്ഥിത്യപ്യയാശ്രയം സൃഷ്ടിസ്ഥിതി സംഹാരം. സൃജതഃ ശ്രീനിവാസസ്യ ഉദാരവിക്രമം വ്യാചക്ഷുവ. ആ വിഷ്ണു ഭഗവാന്റെ ആ ഉദാരവിക്രമം, മഹത്തരമായ ആ പരാക്രമത്തെ വ്യാചക്ഷുവ, വ്യാഖ്യാനിച്ചു തന്നാലും വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. അതാണ് ചോദ്യം. വിഷ്ണു ഭഗവാന്റെ ലീലകളെപ്പറ്റി വിസ്തരിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി 29 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധിക്കുക. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരുമിച്ച് വായിക്കാം, അതിൻ്റെ അർത്ഥം ഒന്ന് സൂചിപ്പിക്കാം. അത് മതി തോന്നുന്നുണ്ട്. ആ ശ്ലോകം വായിച്ചാൽ തന്നെ അർത്ഥം പിടികിട്ടും. വർണ്ണാശ്രമ വിഭാഗാംശ്ച രൂപശീലസ്വഭാവതഃ ഋഷീണാം ജന്മകർമാദിവേദസ്യ ച വികർഷണം യജ്ഞസ്യ ച വിതാനാനി യോഗസ്യ ച പഥപ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാംഖ്യസ്യ തന്ത്രം വാ ഭഗവത് സ്മൃതം പാഖണ്ഡപഥവൈഷമ്യം പ്രതിലോമനിവേശനം ജീവസ്യ കതയോ യാശ്ച യാവതീർഗുണകർമ്മജാഃ ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്താനി അവിരോധതഃ വാർത്തായാദണ്ഡനീതേശ്ച ശ്രുതസ്യ ച വിധിം പൃഥക് ശ്രാദ്ധസ്യ ച വിധിം ബ്രഹ്മൻ പിതॄണാം സർഗമേവ ച ഗ്രഹനക്ഷത്രതാരാണാം കാലാവയവസംസ്ഥിതിം ദാനസ്യ തപസോ വാപി യച്ചേഷ്ടാപൂർത്തയോഃ ഫലം പ്രവാസസ്ഥസ്യ യോ ധർമ്മോ യശ്ച പുംസ ഉതാപതി യേന വാ ഭഗവാംസ്തുഷ്യേത് ധർമ്മയോനിർജനാർദ്ദനഃ സംപ്രസീദതി വാ യേഷാം ഏതത് ആഖ്യാഹി ചാനഘ. എന്തൊക്കെയാണ് പറയണത്? പ്രഭോ, അല്ലയോ മഹാത്മൻ, രൂപശീല സ്വഭാവതഃ വർണ്ണാശ്രമ വിഭാഗാൻ ച, ആകൃതി, ആചാരം, സ്വഭാവം എന്നിവയനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളെ തരംതിരിച്ചിരിക്കുന്ന സമ്പ്രദായം. വർണ്ണാശ്രമ വിഭാഗാഞ്ച. പിന്നെയോ ഋഷീണാം ജന്മകർമാദി, ഋഷിമാരുടെ ജന്മങ്ങളും കർമ്മങ്ങളും. പിന്നെയോ വേദസ്യ വികർഷണം ച, വേദത്തിൻ്റെ വിഭാഗത്തെയും യജ്ഞസ്യ വിതാനാനിച്ച, യാഗത്തിൻ്റെയും ചടങ്ങുകളുടെയും യോഗസ്യ, യോഗത്തിൻ്റെയും ഒക്കെ ആ രഹസ്യം പറഞ്ഞു തരണം എന്നാണ്. വേദത്തിൻ്റെ വിഭാഗം, യാഗത്തിൻ്റെ ചടങ്ങുകൾ, ധ്യാനയോഗത്തിൻ്റെ സമ്പ്രദായം, പിന്നെയോ കർമ്മസന്യാസരൂപമായ ജ്ഞാനയോഗം, അതുപോലെ സാഖ്യയോഗം, അതിൻ്റെയൊക്കെ മാർഗങ്ങൾ, ഭഗവാൻ ഉപദേശിച്ച ഭക്തിയോഗ രഹസ്യം, പിന്നെ വേദവിരുദ്ധമായ പാഖണ്ഡമതത്തെ ആശ്രയിച്ചാലുണ്ടാവുന്ന പ്രശ്നം, ദോഷം, പിന്നെ പ്രതിലോമത്താൽ സങ്കരജാതികളുണ്ടായ സമ്പ്രദായം, ജീവൻ്റെ മരണാനന്തര ഗതികൾ, സത്വാദി ഗുണങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ഉണ്ടാവുന്ന ഗതികൾ, ധർമ്മത്തെക്കുറിച്ച്, അർത്ഥത്തെക്കുറിച്ച്, കാമത്തെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, ആ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് പരസ്പരം വിരോധം വരാത്ത വിധത്തിലുള്ള അനുഷ്ഠാനത്തെപ്പറ്റി, പിന്നെ കൃഷി, വ്യവസായം, ശിക്ഷാ നടപടി, വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ചെയ്താലുള്ള പ്രശ്നം, അതുപോലെ ശ്രാദ്ധത്തിനെ കുറിച്ച്, ശ്രാദ്ധത്തിൻ്റെ അനുഷ്ഠാനം, പിതൃക്കളെ പറ്റി, ദേവന്മാരുടെ പറ്റി, അവരുടെയൊക്കെ ഉൽപ്പത്തി, പിതൃദേവന്മാരെ എവിടെ നിന്നുണ്ടായി, ഉൽപ്പത്തിയെക്കുറിച്ച്, അതുപോലെ ഗ്രഹങ്ങളെപ്പറ്റി, നക്ഷത്രങ്ങളെപ്പറ്റി, കാലചക്രത്തിൻ്റെ നിലനിൽപ്പ്, അതുപോലെ ദാനം, യാഗം, തപസ്, വൈദിക കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ ഫലം. ഇനി വിദേശത്തേക്ക് പോയാൽ, അന്യനാട്ടിലേക്ക് പോയാലുള്ള ആചാരക്രമത്തെക്കുറിച്ച്, ആപദ്ധർമ്മത്തെപ്പറ്റി, ആപത്തിൽപ്പെട്ടാൽ അനുഷ്ഠിക്കാവുന്ന ധർമ്മങ്ങളെക്കുറിച്ച്, ധർമ്മത്തിന് കാരണമായ ഭഗവാൻ, ആ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെപ്പറ്റി ഒക്കെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാണ്. യേന വാ ഭഗവാൻ സ്തുഷ്യേത് ധർമ്മയോനിർ ജനാർദ്ദനഃ എന്നാണ്. ആ ഭഗവാൻ ധർമ്മയോനി ജനാർദ്ദനഃ, ധർമ്മത്തിൻ്റെ ഹേതുഭൂതനായ ആ ശ്രീഹരി, യേന വാ തുഷ്യേത്, ഏതുകൊണ്ടാണ് സന്തോഷിക്കുക, യേഷാം പ്രസിദ്ധതി ഏതത് ച ആഖ്യാഹി, ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് ഈ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞത്. പിന്നെയോ 36-ാമത്തെ ശ്ലോകം നോക്കൂ.
അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമ അനാപൃഷ്ടമപി ബ്രൂയുഃ ഗുരവോ ദീനവത്സലാഃ. അനുവ്രതാനാം ശിഷ്യാണാം, അനുസരണശീലമുള്ള ശിഷ്യർക്ക്, അതുപോലെ പുത്രന്മാർക്ക്, അനുസരണശീലമുള്ള ശിഷ്യർക്കും പുത്രന്മാർക്കും കാരുണ്യമുള്ള ഗുരുനാഥൻ ചോദിച്ചത് മാത്രമല്ല ചോദിക്കാത്തത് കൂടി പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. തത്വാനാം ഭഗവംസ്തേഷാം കതിഥ പ്രതിസംക്രമ തത്രേമം ക ഉപാസീരൻ ക ഉ സുതനുശേരതേ. ഭഗവൻ അല്ലെങ്കിൽ സർവജ്ഞാനനിധേ തേഷാം തത്വാനാം പ്രതിസംക്രമ കതിഥ തത്ര ഇമം കെ ഉപാസീരൻ കെ ഉപസ്വിത് അനുശേരതേ. തേഷാം തത്വാനാം, ആ മഹതാദി തത്വങ്ങളുടെ പ്രതിസംക്രമ പ്രളയം, അതെങ്ങനെയാണ് തിരിച്ചു പോയത്, മഹത്തത്വം എവിടുന്ന് എങ്ങനെ ഉണ്ടായി, ഈ ആകാശാദി ഭൂതങ്ങൾ, സൃഷ്ടിയും അതിൻ്റെ സംഹാരവും പറയണം, പ്രളയവും പറയണം. ഈ സർവേശ്വരനെ ആരൊക്കെയാണ് ഉപാസിക്കുന്നത്, അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാണ്. മുൻപ് പറഞ്ഞ മഹത്തത്വം മുതലായ തത്വങ്ങളുടെ പ്രളയം എത്ര വിധത്തിലുണ്ട്, പ്രളയകാലത്ത് ഏത് തത്വങ്ങളാണ് ലയിക്കാതെ സർവേശ്വരനായ ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുക, ഏതൊക്കെ തത്വങ്ങളാണ് പ്രളയത്തിൽ ഭഗവാനോട് ചേരുന്നത്, ജീവൻ്റെയും പരമാത്മാവിൻ്റെയും സ്വരൂപം അത് വിസ്തരിക്കണം. ഗുരുശിഷ്യ ബന്ധത്തെയും അതുപോലെ വേദത്തിൽ പറഞ്ഞ ജ്ഞാനത്തെയും ആ ജ്ഞാനപ്രാപ്തിക്ക് ജ്ഞാനികൾ വിദ്വാൻമാർ ഉപദേശിച്ചിരിക്കുന്ന അനുഷ്ഠാനത്തെ, ആ പദ്ധതിയെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ച ജ്ഞാനം ച നൈകമം യത്തത് ഗുരുശിഷ്യപ്രയോജനം നിമിത്താനി ച തസ്യേഹ പ്രോക്താന്യനഘസൂരിഭിഃ സ്വതോജ്ഞാനം കുതഃ പുംസാം ഭക്തിർവൈരാഗ്യമേവ വാ. പുരുഷസ്യ സംസ്ഥാനം ച പരസ്യ വാ സ്വരൂപം ച, ജീവാത്മാവിൻ്റെ സ്വരൂപത്തെയും പരമാത്മാവിൻ്റെ സ്വരൂപത്തെയും ഗുരുശിഷ്യ പ്രയോജനം, ഗുരുവിനെയും ശിഷ്യനെയും പ്രകർഷേണ ഏകീഭവിപ്പിക്കാനുതകുന്ന നൈഗമം, വേദത്തെക്കുറിച്ചും ജ്ഞാനം യത്, ആ പരമമായ ജ്ഞാനത്തെപ്പറ്റി ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണം. ആ ജ്ഞാനത്തിന് ഇഹ സൂരിഭി, ഇവിടെ ലോകത്തിലുള്ള വിദ്വാൻമാരാൽ പ്രോക്താനി ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന നിമിത്താനി സാധനങ്ങളെക്കുറിച്ച്, ആ അറിവുണ്ടാവാൻ എന്തനുഷ്ഠിക്കണം എന്നാണ് ഇവിടെ വിദ്വാൻമാർ പറഞ്ഞത്, അതിനെപ്പറ്റിയും പറഞ്ഞു തരണം. പുംസാം സ്വതഃ ജ്ഞാനം ഭക്തി വൈരാഗ്യം ഏവവാ കുതഃ. മനുഷ്യർക്ക് തനിയെ എന്ന് പറഞ്ഞാൽ ഗുരുപദേശം ഇല്ലാതെ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല. സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ഈ വക അറിവൊക്കെ ലഭിക്കുള്ളൂ. ജ്ഞാനം ഭക്തി വൈരാഗ്യമൊക്കെ സജ്ജനങ്ങളെ ആശ്രയിക്കാതെ എങ്ങനെ ഉണ്ടാവും ആണ്, കുതഃ ആണ്, എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്, അങ്ങ് ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. ഏതാൻ മേ പൃച്ഛതഃ പ്രശ്നാൻ ഹരേഃ കർമ്മവിവിത്സയാ ബ്രൂഹി മേ യജ്ഞസ്യ മിത്രത്വാത് അജയാ നഷ്ടചക്ഷുഷഃ സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ചാനഘ ജീവാഭയപ്രദാനസ്യ ന കുർവീരൻ കലാമപി. ഏതാൻ മേ പൃച്ഛതഃ പ്രശ്നാൻ ഹരേഃ കർമ്മവിവിത്സയ, ഈ ഹരിയുടെ കർമ്മവിവിത്സയ, ശ്രീഹരിയുടെ സൃഷ്ടിയാദി കർമ്മങ്ങളെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പൃച്ഛതഃ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേ എൻ്റെ ഏതാൻ പ്രശ്നാൻ, ഈ വക ചോദ്യങ്ങൾ, ഈ വക ചോദ്യങ്ങൾക്ക് അജയാ നഷ്ടചക്ഷുഷഃ, മായയാൽ ഉൾക്കാഴ്ച നശിച്ചിരിക്കുന്നവനും അജ്ഞാനം കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുന്നവനായ എൻ്റെ ആ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കണേ. അജ്ഞസ്യമേ മിത്രത്വാത് ബ്രൂഹി, എൻ്റെ ഒരു സുഹൃത്തായിട്ട് നിന്നുകൊണ്ട് അങ്ങ് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു തരണേ, അതിനുള്ള കാരുണ്യം അങ്ങ് കാണിക്കണേ. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ച അനഘ, അല്ലയോ പാപരഹിത, സർവേ വേദാഹ ച യജ്ഞാഹ ച തപോദാനാനി ച, എല്ലാ വേദങ്ങളും യജ്ഞങ്ങളും തപസ്സുകൾ ദാനങ്ങൾ എന്നിവയുടെ അതിൻ്റെയൊക്കെ ഫലത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ
ഇവിടെ വേദം പഠിച്ചാലും യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും തപസ് അനുഷ്ഠിച്ചാലും ദാനം ചെയ്താലും അതുകൊണ്ടൊക്കെ കിട്ടുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ അത് ഈ അജ്ഞാനം നീങ്ങണ അത്ര വരുമോ? ഇല്ല. ജീവന് സംസാര ഭയം ഇല്ലാണ്ടാവുക, അതാണ് മുഖ്യം. അത്ര എത്തില്ല എന്നർത്ഥം. യാഗങ്ങൾ, തപസ്, ദാനം, വേദം പഠിക്കുക, ഇതൊക്കെ ജീവന് ജ്ഞാനോപദേശത്തിലൂടെ അഭയം കൊടുത്ത് അനുഗ്രഹിക്കുന്ന പുണ്യത്തിൻ്റെ അടുത്തെത്തില്ല. ഏറ്റവും പ്രധാനം അജ്ഞാനം നീങ്ങുക എന്നുള്ളത് തന്നെയാണെന്ന് അർത്ഥം. ദാനവും യജ്ഞവും ഒക്കെ അജ്ഞാനം നീങ്ങാൻ സഹായിച്ചുവെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ എന്ത് കാര്യം? ഇതാണ് പറയണത്. ശ്രീശുക ഉവാച സയിത്തം ആപൃഷ്ടപുരാണകൽപ്പഃ കുരുപ്രധാനേന മുനിപ്രധാനഃ പ്രവൃദ്ധഹർഷോ ഭഗവത് കഥായാം സഞ്ചോദിതസ്തം പ്രഹസന്നിവാഹ. ഇങ്ങനെ ആ കുരുവംശത്തിൽ പ്രധാനിയായ വിതുരൻ, ഇത്തം കുരുപ്രധാനേന, കുരുവംശത്തിൽ പ്രധാനിയായ ആ വിതുരര് മുനിപ്രധാന എന്നാണ്. ഇത്തം കുരുപ്രധാനേന ആപൃഷ്ടപുരാണകൽപ്പഃ, ഇങ്ങനെ ആ വിതുരരാൽ ചോദിക്കപ്പെട്ടവനും പുരാണത്തിൽ പരിചയമുള്ളവനും മുനിപ്രധാന, ഋഷിമാരിൽ പ്രധാനനുമായ സഹ, ആ മൈത്രേയ മഹർഷി, ഭഗവത് കഥായാം സംചോദിത, ഭഗവാന്റെ ആ കഥാകഥനത്തിൽ സഞ്ചോദിത, സംപ്രേരിതനാകയാൽ, പ്രവൃദ്ധഹർഷ, വളരെ സന്തോഷത്തോടുകൂടെ, പ്രഹസൻ, ഒന്ന് ഭംഗിയിൽ പുഞ്ചിരിച്ചുകൊണ്ട്, തം ആഹ, ആ വിതുരരോട് ഇപ്രകാരം പറഞ്ഞു. കുരുവംശത്തിലെ പ്രധാനിയായ വിതുരർ ഭഗവത് കഥകൾ കീർത്തിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ പുരാണത്തിൽ അഗാധജ്ഞാനമുള്ള ആ മുനിമാരിലെ പ്രമുഖനായ ആ മൈത്രേയ മഹർഷി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വിതുരർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. ഏഴാമത്തെ അധ്യായത്തിൽ വിതുരരുടെ ചോദ്യങ്ങളാണ്. മൈത്രേയ മഹർഷി വിതുരരോട് ഉത്തരം പറഞ്ഞ സമയത്ത് ചില ചോദ്യങ്ങൾ വിതുരർ വീണ്ടും ചോദിച്ചു. ആ ചോദ്യങ്ങളാണ് ഇപ്പം ഇത്രയും നേരം കേട്ടത്. ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുകയാണ് മൈത്രേയ മഹർഷി. അതാണ് 8ാമത്തെ അധ്യായം. നമുക്ക് തൽക്കാലം ഇവിടെ ഈ 7ാമത്തെ അധ്യായം ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം. ശ്രീഹരയേ നമ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം തൃതീയസ്കന്ധേ 7ാമോऽധ്യായः. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.